ഹായ്, ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു കളർഫുൾ വീഡിയോ ആയിട്ടാണ്. കളർഫുൾ വീഡിയോ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തിലേക്ക് രാജാക്കന്മാരുടെ കാലത്തിലോട്ട് പോയല്ലോ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കാണുമ്പോ. നമ്മുടെ ഒരു കുഞ്ഞു രാജാവായിട്ട് അതിനകത്ത് വരുന്നുണ്ട്. അതെ, ആദ്യക്കുട്ടൻ ഒരു കുഞ്ഞു രാജാവായിട്ട് ഒരു രംഗപ്രവേശനം ഉണ്ട്. അപ്പൊ നമുക്ക് അധികം ഒന്നും പറഞ്ഞ് ഇതാക്കാനുള്ള, നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞങ്ങൾ പോകുന്നത് ഗോതിരത്ത് കടൽവാതിരത്ത് പള്ളിയിലേക്കാണ്. ഗോതിരത്ത് കടൽവാതിരത്തിൽ ചുവടി ഫെസ്റ്റ് 2023 ഭാഗമായിട്ട് കേരള ചവിട്ടുനാടക അക്കാദമിയിൽ വിശുദ്ധ ഗീവർഗീസിൻ്റെ ചവിട്ടുനാടകമാണ് ഇന്നവിടെ നടക്കാൻ പോണത്. അപ്പോൾ ഈ ഗീവർഗീസ് ചവിട്ടുനാടകത്തിൽ കുഞ്ഞ് ഗീവർഗീസായിട്ടൊരു റോള് നമ്മുടെ ആദിക്കുട്ടിന് കിട്ടിയിട്ടുണ്ട്. ഹായ്, എവിടെ കാണാൻ നേക്കണത് മോൻ? ഉറക്കവനുണ്ടാ? നമ്മ എന്തിനു വന്നേക്കാണ് ഇവിടെ? നമ്മ ഇവിടെ ആദിക്കുട്ടനാ ചവിട്ടാടകത്തിൽ അഭിനയിപ്പിക്കാൻ പോണേ കുഞ്ഞു ഗീവർഗീസായിട്ട്. ആദിക്കുട്ടന് ഇതൊന്നും അറിയില്ല, എന്തിനു വന്നേ, എവിടെ വന്നേക്കണ്, ഇത് ആദിക്കുട്ടനൊന്നും അറിയില്ല. ഗോതിരത്തിലെത്തി, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ആദ്യമായിട്ടാണ് ആദിക്കുട്ടനെ സ്റ്റേജിൽ കയറ്റാൻ പോണത്. ഇവരൊക്കെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പരിചയപ്പെട്ടവരാണ്. ഇവരൊക്കെ ഫാമിലി ആയിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത്. അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ ഒരുപാട് എന്താ പറയുക, ഈ കലയെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇതിലേക്ക് വന്ന് അങ്ങനെ നിൽക്കുന്നവരാണ്. ഇത് കേരള ചവിട്ടുനാടക അക്കാദമിയുടെ ആശാൻ സെൽപ്പനാശാനാണ്. ആശാൻ കുരിശ് വരച്ച ശേഷമാണ് ഓരോ ആർട്ടിസ്റ്റും അവിടെ മേക്കപ്പ് ഇടുന്നത്. അങ്ങനെ ആദിക്കുട്ടന് ആശാൻ കുരിശ് വരച്ചിരിക്കുകയാണ്. കുരിശ് വരച്ച് അനുഗ്രഹിച്ചു. ഇനി ആദിക്കുട്ടൻ കോസ്റ്റ്യൂമൊക്കെ മാറാൻ പോവാണ്. ആദ്യക്കുട്ടന് കോസ്റ്റ്യൂമൊക്കെ മാറുന്നതിന് മുമ്പായിട്ട് 2 ബിസ്ക്കറ്റൊക്കെ കൊടുത്തിരുത്തിയൊക്കെയാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ പുള്ളിക്ക് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി വാളും. അപ്പം അതുകൊണ്ട് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് പുള്ളിനെ നേരത്തെ ഒന്ന് സെറ്റാക്കിയാണ്. രാജാക്കന്മാരുടെ കാലത്തോട്ട് പോയ പോലെയാണ് ഇവിടെ നിൽക്കുമ്പോൾ. ചുറ്റിനും കുറേ രാജാക്കന്മാരും ഭടന്മാരൊക്കെയാണ്. ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ഇവരുടെ ആ കളർഫുൾ ഡ്രസ്സും ആ ക്രൗഡും. എന്താണ് ആദിക്കുട്ടന് മേക്കപ്പ് ഇല്ലാത്തത്? ആദിക്കുട്ടന് ഡ്രസ് മാത്രമേ ഉള്ളൂ, കോസ്റ്റ്യൂം. ഇവരുടെ പോലെ എന്താണ് മേക്കപ്പ് ചെയ്യാത്തത്? കൊച്ചു ചോദിച്ചു, ഈ കുഞ്ഞു രാജാവ് ചോദിച്ചു എന്താണ് മേക്കപ്പ് ഇല്ലാത്തത്. ചേട്ടന്റെ റോൾ എന്തിട്ടാണ് ഇതിനകത്ത്? ഗീവർഗീസും ബാലാപ്പാട്ടും. ബാലാപ്പാട്ട് ഇവരുടെ ഒപ്പം, അത് കഴിഞ്ഞിട്ട് ഗീവർഗീസായിട്ട് വരും. സ്റ്റെപ്പ് ഇട്ട് കൊടുക്കോ? ആദിക്കുട്ടന്റെ കോസ്റ്റ്യൂമാണ്. എന്താണ് ഇതെല്ലാം മനസ്സിലാവേണ്ടത് എനിക്ക്? എന്തിനാണ് ചെയ്യാൻ പോണെന്നല്ല അറിയോ? ഗീവർഗീസിന്റെ മോൻ കുട്ടിക്ക് ഡ്രസ് കിട്ടിയല്ല. നല്ല ഡ്രസ്സാണ് കേട്ടാ, കുട്ടി ഇട്ടോട്ടാ. കൈ നോക്കട്ടെ, കൈ കിട്ടിയിട്ടില്ല. ഇപ്പുറത്തെ കൈ അങ്ങനെ നമ്മ കാത്തിരുന്ന പോലെ ദേ ചവിട്ടുനാടകം തുടങ്ങാൻ പോവാണ്. നാടകരചന വാർവാശ, സംവിധാനം ജോസഫ് സലിം ഗോതിരത്ത്, അവതരണം കേരള ചവിട്ടുനാടക അക്കാദമി ഗോതിരത്ത്. ഞങ്ങൾ ആരംഭിക്കട്ടെ. മെയ്യൈ
ഞങ്ങളുടെ ബാക്ക് സ്റ്റേജിൽ നിൽക്കുകയാണ്. ആദിക്കുട്ടൻ്റെ ചാൻസ് വരുമ്പോൾ കയറാനായിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നാടകം ദേ കഴിയാണ്. ചെറിയ റോളാണെങ്കിലും ആദിക്കുട്ടൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറാൻ പറ്റുന്ന ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ഭയങ്കര സന്തോഷത്തിലാണ്. Kadi